നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോക പ്രശസ്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പാഞ്ചജന്യം ഭാരതം എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആദരണീയ വിനോദ് കല്ലേജിയാണ്. സ്വാഗതം വിനോദ് കല്ലേജി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാഞ്ചജന്യം ഭാരതം ലോകത്തിന്റെ പല ഭാഗത്തുമായിട്ട് കർക്കിടക മാസത്തിൽ അഥവാ രാമായണ മാസത്തിൽ നടത്തി വരുന്ന ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ ഈ 2026 ജനൻ ടിവിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക്, ഭാരതീയർക്ക്, രാമായണത്തെ സ്നേഹിക്കുന്നവർക്കായിട്ട് നമ്മൾ വളരെ വിപുലമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് എത്തുന്നത്. എന്താണ് അതിന്റെ പ്രാധാന്യം? എന്തുകൊണ്ട് ഈ കേരള ജനത മാത്രമല്ല രാമായണത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ജനൻ ടിവിക്ക് മുമ്പിൽ ഈ കർക്കിടക മാസത്തിൽ 6:30 മുതൽ 7 മണി വരെയുള്ള സമയം ചിലവഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങൊന്ന് വിശദീകരിക്കാമോ? ലക്ഷ്മിജി നമസ്തേ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തുടക്കത്തിനാണ് ജനൻ ടി വി ഈ വർഷത്തെ രാമായണം പാഞ്ചജന്യം ഭാരതം എന്ന സംഘടനയായി ചേർന്നുകൊണ്ട് ചെയ്യുന്നത്. ഞാൻ വിദ്യാർത്ഥി ആയിരുന്ന കാലഘട്ടങ്ങളിലും നമ്മൾ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് അപ്പുറത്ത് വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായി പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമല്ലോ. അപ്പം നമുക്കൊരു ശാസ്ത്രീയ, സാമൂഹിക, സാംസ്കാരിക ചിന്ത സ്വതന്ത്രമായി ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ചിന്തയുണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുണ്യപുരാണങ്ങൾ, സംഗീതത്തിന്റെ ബൃഹത്തായ ശാഖ, സാഹിത്യത്തിന്റെ ബൃഹത്തായ ശാഖ, ഇങ്ങനെ പറഞ്ഞ് പുണ്യപുരുഷന്മാര്, അവതാരങ്ങള്, നമ്മൾ അറിഞ്ഞും അറിയാത്തതുമായ നിരവധി സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെട്ട നിരവധി യോദ്ധാക്കൾക്ക് ജന്മം കൊടുത്ത ഈ പുണ്യഭൂമിയിലെ എന്തുകൊണ്ട് അധിനിവേശം കടന്നു വന്നു? ജർമ്മനിയിലെ സംസ്കൃതം പഠിക്കുമ്പം സംസ്കൃതം പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഭാരതത്തിൽ എന്തുകൊണ്ട് കുറയുന്നു? ജനസംഖ്യ ക്രമാതീതമായി ഭാരതത്തിൽ വർദ്ധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ ഈശ്വരന്റെ അവതാരം ആയിട്ട് വിശ്വസിക്കാം, അല്ലാത്തവർ സാധാരണ ഒരാളായിട്ട് നാം വിശ്വസിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യാൻ പോയപ്പം ഈശ്വരീയമായ മുകളിൽ നിന്ന് ആരോ കൊടുക്കുന്ന ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം ഭാരതത്തിന്റെ ഒരു പൈതൃകമായി പറയുന്ന ഗുരുകുല സമ്പ്രദായത്തിൽ പോയി ഗുരുവിൽ നിന്നും പലതും പഠിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം ഈശ്വരന്മാർക്ക് പോലും അവരുടെ കാലഘട്ടത്തിൽ പോലും ദിവ്യത്വം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് പോലും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. ഗുരുമുഖത്ത് നിന്നാണ് പഠിച്ചേ. അല്ലാതെ അവര് ഇന്ന സ്ഥലങ്ങളിൽ പോയി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ഈശ്വരൻ കുറെ അനുഗ്രഹങ്ങൾ കൊടുത്തു എന്നുള്ള സങ്കല്പത്തിലല്ല. സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച ഈശ്വരന്മാരാണ് ഭാരതത്തിൻ്റെത്. അതുപോലെ രാജാവായിരിക്കുമ്പോഴും കിരീടം നേരെ ശിരസിൽ വെക്കാൻ പോകുമ്പോഴാണ് ഒരു സ്ത്രീ മന്ദസ്മിതം തൂകി അടുത്തൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരു ചെറിയ രഹസ്യം പറഞ്ഞത്. അതിങ്ങനെ ഓതി നമ്മളിലെ ഈ പഴയ അടുപ്പിലൊക്കെ ആൾക്കാർ കുഴൽ വെച്ച് തീ കത്തിക്കുമായിരുന്നു. ചെറിയ കനലിനെ ഊതി 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 ഇങ്ങനെ വലിയൊരു അഗ്നിയായിട്ട് മാറ്റും എന്ന് പറഞ്ഞതുപോലെ അസൂയയുടെ ഒരു ചെറിയ അംശം ഊതി ഊതി ഒരു വലിയ സംഭവമായിട്ട് മാറ്റി. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ അടുക്കളക്കാരിയുടെ ഉപദേശം കേട്ട് രാജ്ഞിക്ക് വഴിതെറ്റിപ്പോയോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ, സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ, നമ്മൾ യുക്തിഭദ്രമായി ചിന്തിക്കുമ്പോൾ, ഈ കല എന്തിനു വേണ്ടി ഉണ്ടായേ? ഈ സാഹിത്യം എന്തിനു വേണ്ടി ഉണ്ടായേ? എന്താണ് അതിന്റെ കാരണം? ഇത് ആദ്യമേ ഉണ്ടായി വന്നത് എവിടാണ്? അപ്പൊ ഇതൊക്കെ ഈശ്വരന്റെ
ദൈവീയമായ കാര്യങ്ങളെ ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, ഇപ്പം നമുക്കൊരു പൂവിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ രൂപഘടനയെക്കുറിച്ച് ചിത്രീകരണം വരയ്ക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ സുഗന്ധം, അതിൻ്റെ ഗന്ധം എന്താണെന്ന് നമുക്കൊരു കലാകാരന് പറയാൻ പറ്റത്തില്ല. ഭാവനയിൽ അഭിനയിച്ച് കാണിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം മനുഷ്യന്റെ അതിസങ്കീർണമായ മാനസിക വ്യാപാരങ്ങളിലൂടെ കടന്നു ചെല്ലാൻ പറ്റുന്നത് സാഹിത്യത്തിനാണ്, കലയ്ക്കാണ്. നമ്മൾ ലോകത്തെ എവിടെ നോക്കിയാലും ഭാരതത്തിനകത്തും പുറത്തുമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ബീതോവൻ സിക്സ്ത് സിംഫണി ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. ഇപ്പൊ കണ്ണ് കാണാൻ വയ്യാത്ത ആള്, ചെവി കേൾക്കാത്ത ആള് ലോകത്തെ പ്രശസ്തമായ സംഗീതം നിർമ്മിച്ചു. അപ്പൊ നമ്മൾ ഭാരതത്തിന്റെ ചിന്തയിലേക്ക് വരുമ്പം ഈ വിശ്വാസങ്ങളെ വിഗ്രഹങ്ങളിലും ചില ചിത്രങ്ങളിലും ഒക്കെ ഒതുക്കി വെച്ചിട്ട് മനുഷ്യൻ അവന്റെ ജഡികമായ ആഗ്രഹങ്ങളുടെ നൈമിഷികമായ എന്നുവെച്ചാൽ ചെറിയ വികാരങ്ങളുടെ പുറകെ പോയപ്പോൾ സംഭവിച്ച അകൽച്ചയാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച. അതുകൊണ്ടാണ് അയോധ്യയിലെ ക്ഷേത്രം പണിയാൻ വേണ്ടി ജീവൻ ഹോമിക്കേണ്ടി വന്നത്. സായിപ്പന്മാര് നിർമ്മിച്ച നിയമങ്ങൾക്ക് മുമ്പിൽ ക്യൂ നിന്ന് കാലങ്ങളോളം ബാധിക്കേണ്ടി വന്നു. അതിനൊക്കെ വേണ്ടി പരിശ്രമിച്ച ആൾക്കാർ ആ വിധി കാണാതെ, ഇത് സ്വപ്നമാകാതെ തകർന്നുപോയി, അവരില്ലാതായിപ്പോയി, ആ ദുഃഖത്തിലൂടെ മരിച്ചുപോയി. ഒത്തിരി ആൾക്കാരുടെ ജീവിതം സംശയാസ്പദമായി ഇതിനുവേണ്ടി നിലകൊണ്ടവർ മരിക്കപ്പെട്ടു പോയി. നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി ഇത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഒത്തിരിയും പേരുദോഷങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നതിന്റെ യഥാർത്ഥ കാരണം ഭാരതത്തിനകത്ത് തന്നെ ഭാരതീയമല്ലാത്ത ഒരു കാര്യം. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, എൻ്റെ ഈ 5 വിരലോട് എടുത്തു കഴിഞ്ഞാൽ ഈ 2 ചെറിയ വിരൽ ഒരേപോലെ വളർന്നു വരുന്നത്, തള്ളവിരൽ ഒരേപോലെ വളർന്നു വരുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഇത് ഒരേപോലെ വളർന്നു വരുന്നു. ഒരു വിരൽ തന്നെ അങ്ങോട്ട് വളർന്ന് എങ്ങനെ ഇരിക്കും? അല്ല, ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒരു ഭാഗം തന്നെ വളർന്ന് എങ്ങനെ ഇരിക്കും? നമ്മൾ അന്നേരം തന്നെ ഡോക്ടറെ പോയി കാണും, ടെസ്റ്റ് ചെയ്യും, ക്യാൻസർ ആണെന്ന് പറയും, മുറിച്ച് കളയും, ഇല്ലേ? കട്ട് ചെയ്ത് കളയും. അപ്പൊ ഒരു സംസ്കാരത്തിനകത്ത് അതിന് വിരുദ്ധമായ ഒരു ആശയത്തിന്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് വളർന്നു വരുന്നു? അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെയാണ് രാമൻ എന്ന് പറയുമ്പം ഞങ്ങളുടെ ദൈവമല്ലെന്ന് പറയുന്നത്. ഈ നമ്മളെന്നുള്ളത് ഞങ്ങൾ വന്ന എപ്പോഴാണ്? ഇത്തരം കാര്യങ്ങളുടെയൊക്കെ അന്വേഷണങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കലയിലൂടെയും സംസ്കാരത്തിലൂടെയും ജനങ്ങളെ ശരിയായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ, ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹത്തിന് സംഭവിച്ച വൈകല്യങ്ങളാണ് ഇന്ന് സ്കൂളിലെ കുട്ടികൾ മദ്യപിച്ച് വരാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും തന്നെ കാരണം. അപ്പം കിരീടം വെക്കാതെ കാട്ടിലേക്ക് പോയ രാമൻ ഒരു പ്രതിജ്ഞ ഒന്നും എടുത്തില്ല, ഇതിന് കാരണക്കാരായ ആൾക്കാരെ കൊന്നു കളയുന്നത്. ലക്ഷ്മണൻ അത് തയ്യാറായി വന്നപ്പം ലക്ഷ്മണന് കൊടുത്ത ഉപദേശം ഇന്ന് നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യ ജീവിതത്തിന്റെ പ്രായോഗികതയും അതിൻ്റെ എന്താ പറഞ്ഞ് നശ്വരതയൊക്കെ വളരെ മനോഹരമായിട്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വച്ചിരുന്നു. ആരെ കൊണ്ടാണ് പറയിപ്പിച്ചത്? ഒരു കാട്ടാളനായി പിടിച്ചുപറിക്കാരനായിരുന്ന ആളിനെ കൊണ്ട് മഹത്വപരമായ ഒരു കാര്യം. ഇതൊക്കെ നമ്മൾ ദൈവികമായി മാത്രം കാണുമ്പോഴാണ് അത് ക്ഷേത്രത്തിലേക്ക് മാറ്റപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നത്. അപ്പം ജീവിതത്തിലും സർവ്വ ഇടങ്ങളിലും ഇത് കടന്നു വരണമെങ്കിൽ കലയിലൂടെ പറ്റും. അപ്പം പാഞ്ചജന്യം ഭാരതം എന്ന നമ്മുടെ പ്രസ്ഥാനം രാമായണം പാരായണം ചെയ്യുന്നുണ്ട്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്, അതിനെ അധികരിച്ചുള്ള വിവിധ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായ ആൾക്കാർക്കൊക്കെ തന്നെ ഇത് ഈശ്വരനാണെന്ന് പഠിപ്പിക്കാതെ സ്വയം മനസ്സിലാകുന്ന ഒരു സാഹചര്യവും ഞങ്ങളുടെ ഇത് 6ാമത്തെ വർഷമാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. സിനിമ, കല, സാഹിത്യം, സംഗീതം, അങ്ങനെ വിവിധങ്ങളായ ആൾക്കാർ. നമ്മുടെ ആദ്യത്തെ ശ്രീരാമസാഗരം ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിലെ വാൽമീകി മന്ദിറിൽ വെച്ചായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഈ വാൽമീകി മന്ദിർ എന്ന് കേൾക്കുന്നത്, അവിടെ പോകുന്ന കാണുന്നത്. ഇതൊക്കെ
ഈ അയോധ്യയിൽ നമ്മൾ അടുത്ത സമയത്ത് പോയിരുന്നു. അപ്പൊ നമ്മൾ കേരളത്തിലെ സ്കൂളുകളിൽ ഇരുന്ന് അയോധ്യയെ കുറിച്ച് പഠിക്കുമ്പം, രാമനെ കുറിച്ച് പഠിക്കുമ്പം, നമ്മൾ പഴയ പ്രൊക്രൂറ്റസിനെ കുറിച്ചുമൊക്കെ ഗ്രീക്ക് കഥകളിലൊക്കെ പഠിക്കുന്ന കഥകളുണ്ടല്ലോ. അപ്പൊ ആ കഥകളിലെ പോലെ ചില സംഭവങ്ങളായിരിക്കും നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് കഥ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിറങ്ങുന്ന ഒരു സിനിമയുടെ കഥ പോലാന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അയോധ്യയുടെ പുണ്യഭൂമിയിൽ ചെന്ന് കാലുകുത്തി അവിടെ പോയി ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് അറിയുന്നത് നമ്മളെ അടുത്ത സമയത്താ സാധാരണഗതിയിലെ. അപ്പൊ ഇതൊക്കെ മനുഷ്യരിലേക്ക് റിയലായിട്ട് എത്തിക്കാൻ വേണ്ടി കൂടാണ് പാഞ്ചജന്യം ഭാരത് ഈ പ്രാവശ്യത്തെ നമ്മുടെ ദേശീയ സംഘാടക സമിതിയെ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ കുടുംബസ്ഥരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അയോധ്യയിൽ പോയി. അവിടെ ദർശനം കഴിഞ്ഞ് അവിടുത്തെ മൊബൈൽ കൊണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രദേശത്ത് ഞങ്ങൾ ഇരുന്നിട്ടാണ് ദേശീയ സംഘാടക സമിതിയെ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ കൈതപ്പുറം തിരുമേനിയുണ്ട്, സിനിമാ സംവിധായകൻ പ്രിയപ്പെട്ട നമ്മുടെ ഹരിഹരൻ സാറുണ്ട്, പത്മശ്രീ നമ്മുടെ ഓമനക്കുട്ടി സാറുണ്ട്, സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ സാറുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ച വിവിധ സാഹിത്യ സംഗീത അധ്യാത്മിക രംഗത്തെ ആൾക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി നമ്മൾ കോർത്തിണക്കി ഇന്ന് 5ാം വർഷം വരുമ്പം അതൊരു ചാനല് ഈ കൊറോണയുടെ സാഹചര്യത്തിൽ ഇതൊക്കെ ഉണ്ടായി വന്നത് കേട്ടോ, ഇതൊക്കെ രൂപപ്പെട്ടു വന്നത്. അപ്പൊ പരസ്പരം കാണാതെ നമ്മൾ ഇതുപോലുള്ള ഇന്നത്തെ സാങ്കേതിക വിദ്യയിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം തുടർന്നുള്ള ചോദ്യങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വളരെ വിശദമായിട്ട് തന്നെയാണ് പാഞ്ചജന്യം ഭാരതം ജനൻ ടിവിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇത്തവണ 2026 കർക്കിടക മാസമായിട്ടുള്ള രാമായണ മാസത്തിൽ നടത്തുന്ന ഈ ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവലിനെ കുറിച്ച് ആദരണീയനായിട്ടുള്ള പാഞ്ചജന്യം ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒപ്പം ഭാരതമെങ്ങുമുള്ള എല്ലാ മലയാളികളും രാമായണത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും മുമ്പിൽ നമ്മൾ വിനയപൂർവ്വം ഈ ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവല് ജനൻ ടിവിയിലൂടെ എല്ലാവരിലും എത്തിക്കുകയാണ്. എല്ലാവരും തന്നെ ഈ കർക്കിടക മാസത്തില് 6:30 മുതൽ 7 മണി വരെയുള്ള സമയത്ത് പുണ്യം നേടിക്കൊണ്ട് ഈ ഒരു പരിപാടി കാണണം എന്ന് പാഞ്ചജന്യം ഭാരതത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി വിനോജി ഇത്രയും വിശദീകരിച്ചതിന്. വിനോജിക്കും ക്ഷണിക്കാം പ്രേക്ഷകരെ. തീർച്ചയായും എൻ്റെ വിനീതമായ അഭ്യർത്ഥന, കുടുംബമായിരുന്നു അച്ഛനും മുത്തശ്ശനും കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ഇത് കണ്ടാൽ ഇന്നത്തെ ദുഃഖിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ കേരളത്തിൽ. നമ്മൾ 1 മണിക്കൂർ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ 55 മിനിറ്റും കൊലപാതകങ്ങള്, ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു, അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിച്ചു. ഇങ്ങനെ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലും കാഴ്ചകളുമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കൂടുതൽ അറിയുന്നത്. സിനിമാ സാഹിത്യം എടുത്താൽ ഇത്തരം കാര്യങ്ങളുടെ പരാമർശങ്ങളുടെ ഒരു ആവർത്തനങ്ങളാണ് വരുന്നത്. അപ്പം ഉന്നതമായ സാംസ്കാരിക പരിവർത്തനങ്ങളാണ് കലയ്ക്കും സാഹിത്യത്തിനും സമൂഹത്തിലുള്ളത്. അപ്പൊ ആ ഒരു പരിവർത്തനത്തിന് ഉള്ള വലിയൊരു ആധ്യാത്മിക വേദിയായിട്ട് ഈ ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെയുള്ള വൈകുന്നേര സമയങ്ങള് നമ്മുടെ കുടുംബങ്ങൾ വിനിയോഗിക്കണം. കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നരായ നമ്മുടെ കുടുംബങ്ങൾക്ക് അതിനുള്ള ഈശ്വരാനുഗ്രഹവും നിയോഗവും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരെയും ജനൻ ടിവിയിലേക്ക് കർക്കിടക മാസത്തിൽ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ആദരണീയനായിട്ടുള്ള വിനോദ് കല്ലേജിക്ക് ഒരുപാട് നന്ദി, നമസ്കാരം.